Hello, good morning. Discharge of a contract. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളത്. നോക്കാം. വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് എ സർട്ടൻ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദ പാർട്ടീസ് ഹു എൻ്റർ ഇൻ ടു ഇറ്റ്. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിലുള്ള പാർട്ടീസ് ഓഫർക്കും ഓഫറിക്കും എന്തുണ്ട്, സർട്ടൻ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉണ്ട്. ആ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എപ്പോഴാണോ അവസാനിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ മോഡിലാണ് ഈ ഡിസ്ചാർജ് സംഭവിക്കുക, ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്? അത് ഒന്നാമത്തേതാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ബൈ പെർഫോമൻസ്. അപ്പോൾ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇതിലെ പാർട്ടീസ് അവരുടെ ഒബ്ലിഗേഷൻ, റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. According to section 37 of Indian Contract Act 1872, if both parties to the contract have performed what they have agreed to do, the contract is discharged. എന്താണ് കോൺട്രാക്റ്റ് പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റ് എന്തായി പെർഫോം ചെയ്തു എന്ന് പറയും. പെർഫോമൻസ് ഓഫ് ഒബ്ലിഗേഷൻ ബൈ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് പുട്ട്സ് ആൻ എൻഡ് ടു ദ കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ സാധാരണ പറയുന്നൊരു എക്സാമ്പിളാണ്, എ ബിക്ക് ഒരു വീട് സെയിൽ നടത്തുന്നു 10 ലക്ഷം രൂപയ്ക്ക്. എ എന്ത് ചെയ്തു, തൻ്റെ ഓണർഷിപ്പ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബി എന്ത് ചെയ്യുന്നു, 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അപ്പോൾ രണ്ടാളും അവരുടേതായ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നു. അതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് അതോടുകൂടി അവിടെ ഡിസ്ചാർജായി. ഇനി രണ്ടാമത്തെ കേസാണ് ബൈ എഗ്രിമെൻറ്റ് or by consent. According to section 62-64 of Indian Contract Act 1872, a contract can be terminated or discharged by the mutual express or implied agreement between the parties in the following ways. അതായത് പരസ്പര സമ്മതത്തോടു കൂടിയായിരിക്കാം ഒരു പുതിയൊരു എഗ്രിമെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റം വരുമ്പോഴും അവിടെ എന്ത് സംഭവിക്കും, കോൺട്രാക്റ്റ് അവസാനിക്കും. അത് ഏതൊക്കെ രീതികളാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേത് ബൈ നോവേഷൻ, ബൈ അക്കോർഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ബൈ റെമിഷൻ ആൻഡ് വെയ്വർ, ബൈ റെസിഷൻ. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലാണ് ഡിസ്ചാർജ് ബൈ എഗ്രിമെൻ്റ് ഓർ കൺസെൻറ്റ്, നൊവേഷൻ, റെസിഷൻ, ഓൾട്രേഷൻ, റെമിഷൻ, വെയ്വർ, മർജർ. അതിലൊന്നാമത്തത് നോക്കാം. നൊവേഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്റ്റ് ഫോർ എക്സിസ്റ്റിംഗ് വൺ. ഓൾഡ് എഗ്രിമെൻറ്റിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ എഗ്രിമെൻറ്റ് വരികയാണ്. അത് രണ്ട് രീതിയിൽ വരും. ചേഞ്ച് ഇൻ പാർട്ടീസുകൾ തമ്മിൽ എന്ത് ചെയ്യുക, മാറ്റം വരിക. നിലവിലുള്ള പാർട്ടീസ് എയും ബിയും ആണ്. അതിലെന്ത് വന്നു, എ ബിനെ മാറി വേറൊരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചേഞ്ച് ഇൻ ദ പാർട്ടീസുകൾ മാറാം. അല്ലെങ്കിൽ വിത്തൗട്ട് ചേഞ്ച് ഇൻ പാർട്ടീസുകൾ മാറാതെയും എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരാം. അതാണ് ഒന്നാമത്തെ നൊവേഷനാണ്. നൊവേഷൻ മീൻസ് ന്യൂ കോൺട്രാക്റ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ്. അപ്പോൾ സെയിം പാർട്ടീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്ടീസുകളായിരിക്കാം. അതാണ് നൊവേഷൻ എന്ന് പറയുന്നത്. നൊവേഷൻ ഓർമ്മിക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂ കോൺട്രാക്റ്റ്, പുതിയൊരു കോൺട്രാക്റ്റ് വരികയാണ്. ഇപ്പോൾ നിലവിലുള്ള കോൺട്രാക്റ്റിൽ മാറ്റം വരുത്തി പുതിയൊരു കോൺട്രാക്റ്റ് വരുമ്പോൾ ഓൾഡ് കോൺട്രാക്റ്റ് എന്തായി മാറി അല്ലെങ്കിൽ എഗ്രിമെൻ്റ് എന്തായി അവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. രണ്ടാമത്താണ് റെസിഷനാണ്. റെസിഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ക്യാൻസലേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ്. പരസ്പര സമ്മതത്തോടു കൂടി എന്ത് ചെയ്യുന്നു, അവിടെ ക്യാൻസൽ ചെയ്യും. എ ബിക്ക് എന്ത് ചെയ്തു, ഒരു കാറ് സെയിൽ നടത്താൻ തീരുമാനിച്ചു 5 lakhന്. അപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടി എന്ത് ചെയ്തു, ആ എഗ്രിമെൻ്റ് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിലും എന്ത് സംഭവിക്കും, ഡിസ്ചാർജ് സംഭവിക്കും. തേർഡ് വണ്ണാണ് ആൾട്രേഷൻസ്. ആൾട്രേഷൻ മീൻസ് ചേഞ്ച് ഇൻ വൺ ഓർ മോർ ദ മെറ്റീരിയൽ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ്. എന്തെങ്കിലും മാറ്റം വരിക.
അത് മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് പറയാം. ഈസ് വൺ വിച്ച് ആൾട്ടർ ദ ലീഗൽ എഫക്റ്റ് ഓഫ് ദ കോൺട്രാക്റ്റ്, ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് മണി ടു ബി പെയ്ഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ദ നെയിം ഓഫ് ദ പാർട്ടീസ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ. അപ്പോൾ എമൗണ്ടിൽ മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ മാറ്റം വരുന്നു, അല്ല പേരിൽ എന്തെങ്കിലും മാറ്റം വരുന്നു, ഇതിനെ ഓൾട്രേഷൻ തന്നെ. ചെറിയൊരു മാറ്റമാണ് വരുള്ളൂ. ചേഞ്ച് വൺ ഓർ മോർ ഓഫ് ദ മെറ്റീരിയൽ ടേം ഓഫ് ദ കോൺട്രാക്റ്റ്. ചെറിയ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റം വരുന്നു, ആൾട്ടർ ചെയ്യുന്നു, ചേഞ്ചസ് വരുത്തുന്നു. അത് മെറ്റീരിയൽ ആൾട്രേഷൻ ഉണ്ടാകാം. മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് മണി, എമൗണ്ടിൽ ചെറിയ മാറ്റം വരാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാറ്റം വരാം, നെയിം ഓഫ് ദ പാർട്ടിയിൽ ചിലപ്പം മാറ്റങ്ങൾ വരാം. ഈ മെറ്റീരിയൽ ആൾട്രേഷൻ ഇറ്റ് ഈസ് കാര്യത്തിൽ ക്ലറിക്കൽ എറേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നെയിമൊക്കെ ചെയ്യുമ്പോൾ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ ഫിഗേഴ്സിൽ മിസ്റ്റേക്ക് വരാം. അത് കറക്റ്റ് ചെയ്യുക. അതിനാണ് ഇമ്മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഓൾട്രേഷൻസ് ആകുമ്പോൾ എമൗണ്ടിൽ മാറ്റം വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓൾട്രേഷൻ മീൻസ് ചേഞ്ചസ് വരികയാണ്, ചെറിയ മാറ്റങ്ങൾ വരുന്നു. ഇവിടെ നൊവേഷൻ ഓൾട്രേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, നൊവേഷൻ എന്ന് പറഞ്ഞാൽ പഴയ എഗ്രിമെൻറ്റ് മാറി പുതിയൊരു എഗ്രിമെൻറ്റിലേക്ക് വരികയാണ്. ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റം, ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നൊവേഷൻ്റെ അകത്ത് പാർട്ടീസുകൾ മാറാം, ഓൾട്രേഷൻ്റെ അകത്ത് പാർട്ടീസുകൾ സെയിം ആയിരിക്കും. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെയാണ് ഇവിടെ ഓൾട്രേഷൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ നൊവേഷൻ്റെ അകത്ത് ഓൾഡ് കോൺട്രാക്റ്റ് എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്തിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് വന്നു. എന്നാൽ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഓൾഡ് കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഡിസോൾവ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ 2 ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. അതാണ് നൊവേഷനും ആൾട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൽ മറ്റൊന്നാണ് റെമിഷൻ എന്ന് പറയുന്നത്. റെമിഷൻ മീൻസ് ലെസർ എമൗണ്ട് ദെൻ വാട്ട് വാസ് കോൺട്രാക്റ്റ്, ഓർ ലെസർ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രോമിസ്. എമൗണ്ടിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ എന്താ എ എന്ന് പറയുന്ന ആൾ ബിക്കൊരു 20,000 കൊടുക്കാനുണ്ട്. ബിക്കൊരു 20,000 കൊടുക്കാനുണ്ട്. ബി എന്ത് പറയുന്നു, എനിക്ക് ഒരു 10,000 അല്ലെ 15,000 തന്നാൽ മതി. 15,000 20,000 ലെസർ എമൗണ്ട്, കുറഞ്ഞ എമൗണ്ടിന് എന്ത് ചെയ്യുന്നു, അത് ഫുൾഫില്ല് ചെയ്യുന്നു. അതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് ഓഫ് ലെസർ എമൗണ്ട് ദെൻ വാട്ട് വാസ് കോൺട്രാക്റ്റഡ്, ലെസർ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രോമിസ് മെയ്ഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ എ കോൺട്രാക്റ്റ് ക്യാൻ ബി ഡിസ്ചാർജ്ഡ്, എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആകുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ഒന്നുമില്ല, ബൈ പെർഫോമൻസ്. രണ്ടാമത്തത് എഗ്രിമെൻ്റ് ഓർ ബൈ കൺസെൻറ്റ്. ഇനിയും ഉണ്ട് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ട്, പ്രോമിസ് ഫെയിലിംഗ് ടു ഓഫർ ഫെസിലിറ്റീസ് ഫോർ പെർഫോമൻസ്, ഡെത്ത്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആദ്യത്തെ 2 ടേമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്സേ വരാൻ സാധ്യതയുള്ള, വളരെ സാധ്യത കൂടുതലുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.